യഹോവയായ ദൈവമേ, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, അങ്ങ് തന്ന ക്ലേശങ്ങളെല്ലാം ഏറ്റെടുത്തവളാണ് ഈ ദാസി. അടിയന്റെ ഭർത്താവിനെയും 2 ആൺമക്കളെയും അങ്ങ് തിരികെ എടുത്തപ്പോൾ ഈ ദാസ് പരാതിപ്പെട്ടില്ല. വിധവയായ അടിയന്റെ 2 പുത്രന്മാരും അവിടുത്തെ പക്കൽ എത്തിച്ചേർന്നിട്ട് ഇതാ 41 ദിവസത്തെ വിലാപകാലവും കഴിഞ്ഞിരിക്കുന്നു. ഇനി അടിയനെ സ്വദേശമായ യൂദയായിലേക്ക് മടങ്ങിപ്പോകാൻ അനുവദിക്കണമേ യഹോവേ. നവോമി, വാ വാ, ഇതാരൊക്കെയാ വന്നിരിക്കുന്നത്? ഞങ്ങളെ എല്ലാം വിട്ട് നിങ്ങൾ യാത്രയാവുകയല്ലേ? യാത്രയിൽ ഭക്ഷിക്കാൻ അല്പം പഴങ്ങളുമായി വന്നതാണ് ഞങ്ങൾ. എവിടെയാ ഓർഫയും റൂത്തും? യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ കഴിഞ്ഞില്ലേ? സ്വദേശമായ യൂദയായിലേക്ക് തിരികെ പോകുന്നത് തീർച്ചയായും നവോമിക്ക് സന്തോഷകരമാണെന്നറിയാം. എങ്കിലും ഓർഫയും റൂത്തും ദൂരേക്ക് പോകുമ്പോൾ ഞങ്ങൾക്കത് ദുഃഖം തന്നെയാണ് നവോമി. എന്താ കുട്ടികളെ ഇങ്ങനെ? ഓർഫയും റൂത്തും എൻ്റെ മരുമക്കളാണെങ്കിലും ഞാൻ അവരെ സ്വന്തം മക്കളെ പോലെയാ സ്നേഹിച്ചത്. അവരോ എന്നെ അമ്മായിയമ്മയായി അല്ല, സ്വന്തം അമ്മയായി കരുതി സ്നേഹിച്ചു. ഓർഫയുടെയും റൂത്തിൻ്റെയും അടുത്ത കൂട്ടുകാരികളല്ലേ നിങ്ങൾ? ഇപ്പോൾ നിങ്ങൾ എനിക്കായി ഒരു ഉപകാരം ചെയ്യുക. എന്തുപകാരമാണ് ഞങ്ങൾ ചെയ്യേണ്ടത്? എനിക്ക് യൂദയായിൽ ചാർച്ചക്കാരുണ്ട്. പ്രായമായ ഞാൻ ഇനിയുള്ള കാലം അവരോടൊപ്പം കഴിച്ചോളാം. ഓർഫയും റൂത്തും ചെറുപ്പമല്ലേ, അവരെന്തിനും വൃത്തിയായി എന്നെ അനുഗമിച്ച് അവരുടെ യൗവനം പാഴാക്കണം? അവരോട് മാതൃഭവനങ്ങളിലേക്ക് പോകാൻ ഞാൻ എത്ര പറഞ്ഞു, എന്നെ വിട്ടുപോകാൻ അവർ തയ്യാറാകുന്നില്ല. ദയവായി നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഞങ്ങൾ പറയാം. ഓർഫയും റൂത്തും ഈ നാട്ടിൽ നിൽക്കണമെന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. എത്രയോ പ്രാവശ്യം ഞങ്ങൾ ഇക്കാര്യം അവരോട് പറഞ്ഞു കഴിഞ്ഞു. ശരിയാ, അവർക്ക് നവോമിയെ പിരിയാൻ വയ്യെന്നാ അവർ പറയുന്നത്. ഞാൻ ആളയച്ചിട്ടുണ്ട്. ഓർഫയുടെയും റൂത്തിൻ്റെയും അമ്മമാർ ഇപ്പോൾ തന്നെ എത്തും. സ്വന്തം അമ്മമാർ വന്ന് വിളിക്കുമ്പോൾ അവർ കൂടെ പോകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. 10 വർഷം മുൻപ് യൂദയാദേശത്തു നിന്നും എലിമലേക്കും നവോമിയും പുത്രന്മാരായ മഹലോനും കിലിയോനുമൊപ്പം മൊവാബിയരായ ഞങ്ങളുടെ ഈ ദേശത്തേക്ക് വന്നത് ഞങ്ങൾക്ക് ഇന്നും ഓർമ്മയുണ്ട്. ദേവന്മാരെ പൂജിക്കുന്ന ഞങ്ങൾ മൊവാബിയർക്ക് ഏക സത്യദൈവമായ യഹോവയെ ആരാധിക്കുന്ന നിങ്ങളോട് അടുത്ത് പെരുമാറുവാൻ ആദ്യം മടിയായിരുന്നു. എങ്കിലും ഈ നാട്ടിലെ കന്യകമാരുടെ കരളിൽ കുളിരും കനവിൽ നിറങ്ങളും ചാർത്തിയ നിങ്ങളുടെ പുത്രന്മാരെ പരിഗ്രഹിക്കാൻ ഏത് യുവതികളാണ് ആഗ്രഹിച്ചിട്ടില്ലാത്തത്? ഞങ്ങളുടെ സ്നേഹിതകളായ ഓർഫയ്ക്കും റൂത്തിനും നിങ്ങളുടെ പുത്രന്മാരായ മഹലോനെയും കിലിയോനെയും ഭർത്താക്കന്മാരെ കിട്ടിയപ്പോൾ ഞങ്ങൾ എത്രമാത്രം സന്തോഷിച്ചു. എത്ര പെട്ടെന്നാണ് 10 വർഷങ്ങൾ കടന്നുപോയത്. സുമംഗലിമാർ വിധവകളായത് എത്ര പെട്ടെന്നാണ്. നോക്കൂ നവോമി, നിങ്ങളെ പിരിയില്ലെന്ന് റൂത്തും ഓർഫയും പറയുന്നെങ്കിൽ അതിൽ എന്ത് അത്ഭുതമിരിക്കുന്നു? വെറും അയൽബന്ധം മാത്രമുള്ള ഞങ്ങൾക്ക് നിങ്ങളുടെ വേർപാട് സഹിക്കാവുന്നതിലും അപ്പുറമാണ് നവോമി. അത്രമാത്രം ഞങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു. ഈ നാട്ടുകാർ മുഴുവൻ സ്നേഹിച്ചു പോയി. ഒരു നാട് മുഴുവൻ എന്നെ സ്വന്തം അമ്മയായി കരുതുന്നു എന്നറിയുമ്പോൾ ഈ സ്വാതി സന്തോഷിക്കുന്നുണ്ട്. യഹോവ എന്നും നിങ്ങൾക്ക് കൂട്ടായിരിക്കട്ടെ. നിങ്ങളെ പിരിയുമ്പോൾ ഞങ്ങൾ എത്ര ദുഃഖിക്കുന്നുവെങ്കിൽ സ്വന്തം മക്കളെപ്പോലെ മരുമക്കളെ സ്നേഹിച്ച നിങ്ങളെ അവർക്ക് എങ്ങനെ പിരിയാൻ കഴിയും? എൻ്റെ പൊന്നു മക്കളൊന്നുകൂടി ഓർക്കണം. അമ്മായിയമ്മയായ എന്നെ സ്വന്തം അമ്മയായി കരുതി സ്നേഹിക്കുന്ന ഓർഫയ്ക്കും റൂത്തിനും എന്നും ഹൃദയം നിറയെ സന്തോഷമുണ്ടാകണമെന്നല്ലേ ഈ അമ്മ ആഗ്രഹിക്കേണ്ടത്? അതിനല്ലേ ശ്രമിക്കേണ്ടത്? സ്വന്തം ഭവനങ്ങളിലേക്ക് തിരികെ പോകാനും വിവാഹിതരായി അനേകം കുഞ്ഞുങ്ങൾക്ക് അമ്മമാരായി യഹോവയെ വാഴ്ത്താനും നിങ്ങൾ അവരെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. തീർച്ചയായും ഞങ്ങൾ ശ്രമിക്കാം. എങ്കിലകത്തേക്ക് ചെല്ലു മക്കളെ. യഹോവയായ ദൈവമേ, ഈ ഭവനത്തിന്മേൽ ഇന്നോളം ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. അടിയന്റെ കുടുംബത്തിന്റെ മേൽ കരുണയായിരിക്കണമേ. അടിയന്റെ കുഞ്ഞുങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ യഹോവേ. നവോമി, വെറോനി, കിലിയോൻ വേർപെട്ട് യഹോവ സന്നിധിയിലെത്തിയിട്ട്
ഇതാ 41 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഭർത്താവും പുത്രന്മാരും നഷ്ടപ്പെട്ട ഞാൻ എൻ്റെ ചാർച്ചക്കാരുടെ അടുത്തേക്ക് യാത്രയാവുകയാണ്. ദയവായി നിന്റെ മകൾ റൂത്തിനെ സ്വന്തം ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക. യോജിച്ച പുരുഷന് അവളെ വിവാഹം ചെയ്തു കൊടുക്കുക. പ്രിയ നവോമി, എന്റെ മകളോട് ഞാനിത് ആവശ്യപ്പെടാഞ്ഞിട്ടല്ലോ. അവൾ എന്നെക്കാൾ അധികമായി നിന്നെ സ്നേഹിക്കുന്നു. സത്യത്തിൽ എനിക്ക് നിന്നോട് അസൂയയാണ്. മക്കളെക്കാൾ അധികം മരുമക്കളെ സ്നേഹിച്ച സ്ത്രീയാണ് നീ. ഇന്നും എന്നും നവോമി ഒരു നല്ല മാതൃകയാണ്. ഉത്തമയായ അമ്മായിയമ്മയാണ്. ഉപചാരവാക്കുകൾക്കുള്ള സമയമല്ലിത്. ഉചിതമായ തീരുമാനങ്ങളാണ് ഇപ്പോൾ വേണ്ടത്. നോക്കൂ വെറോനി, വിചാരം വിവേകത്തെ കീഴടക്കുന്ന പ്രായമാണ് ഓർഫയ്ക്കും റൂത്തിനും. ജീവിതത്തിലെ വഴിത്തിരിവുകളിൽ വിവേകത്തിനാണ് പ്രാധാന്യമെന്ന് നിനക്കറിയാമല്ലോ. നിന്നേക്കാൾ പ്രായമുണ്ടെങ്കിലും എനിക്കത്ര പക്വത പോരെന്ന് എല്ലാവർക്കും അറിയാം. എന്റെ മകൾ റൂത്ത് അമ്മയായ എന്നേക്കാൾ അമ്മായിയമ്മയായി നിന്നെ സ്നേഹിക്കുന്നു. ലോകം മുഴുവൻ തിരഞ്ഞാലും മറ്റൊരു കുടുംബത്തിലും കാണാൻ കഴിയാത്ത അത്ഭുതം. റൂത്തിനെ ഏതു വിധേനയും നിന്റെ ഒപ്പം കൊണ്ടുപോകണം. അവളുടെ യൗവനം ഈ വൃദ്ധയ്ക്ക് ശാപകാരണമായി തീരരുത്. എനിക്ക് റൂത്തൊഴികെ വേറെ പെൺമക്കളോ ആൺമക്കളോ ഇല്ലെന്ന് നിനക്കറിയാമല്ലോ. രോഗശയ്യയിലായിരിക്കുന്ന എന്റെ ഭർത്താവും ഞാനും റൂത്തിനെ ഒപ്പം നിർത്താൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു. പക്ഷേ അമ്മേ, മോളെ, മരിച്ചുപോയ എൻ്റെ ഭർത്താവിനോടും പുത്രന്മാരോടും നിങ്ങൾ കാണിച്ച കരുണയ്ക്ക് യഹോവ അധികമായി നിങ്ങളുടെ മേൽ കരുണ ചൊരിയും. മാതൃഭവനങ്ങളിലേക്ക് പോവുക. വിവാഹം ചെയ്ത് കുടുംബമായി ജീവിക്കുക. ഇല്ല, ഞങ്ങൾ പോകുന്നില്ല. അമ്മയെ വിട്ട് ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല. ഈ സ്വാധിയെ വിട്ടേക്ക് മക്കളെ. നിങ്ങളുടെ വൈധവ്യത്തിന്റെ ശാപം കൂടി എൻ്റെ മേൽ പതിക്കാതിരിക്കട്ടെ. നിങ്ങളെ ഇത്രയധികം സ്നേഹിച്ച നവോമിയെ നിങ്ങൾ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. നവോമി പോകട്ടെ. യൂദയായിലെ ബെത്ലഹേമിൽ അവളെ ചാർച്ചക്കാർ കാത്തിരിക്കുന്നു. നിങ്ങളെ കാത്തിരിക്കുന്നവർ ഇവിടെ ഈ മൊവാബി ദേശത്താണുള്ളത്. റൂത്തെ, നീ നിന്റെ അമ്മയ്ക്കൊപ്പം പോകണം. നീ ഈ ദേശത്ത് തന്നെ വേണം. ഇല്ല, ഞാൻ പോവില്ല. ഓർഫെ, നോക്കൂ, ആളയച്ചിട്ടും നിന്റെ അമ്മ വന്നില്ല. കാരണം അറിയണ്ടേ നിനക്ക്? കടുത്ത ജ്വരം ബാധിച്ച് കിടപ്പിലാണ് നിന്റെ അമ്മ. നിന്റെ സാമീപ്യവും ശുശ്രൂഷയും ഏറെ ആവശ്യമുള്ള പെറ്റമ്മയെ വിട്ട് യൂദയയിലേക്ക് പോകുവാനാണ് ഭാവമെങ്കിൽ ഓർഫെ, ആ തീരുമാനം ഏറ്റവും ഹീനമായി പോകും. ചെല്ലുമോളെ. യോഗ്യമായ തീരുമാനങ്ങൾ സ്നേഹത്തിന്റെ ആധിക്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ പെറ്റമ്മയ്ക്കാണ് നിന്റെ സാമീപ്യം ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. പോകാം അമ്മേ, ഞാൻ പോകാം. അമ്മയുടെ സന്തോഷത്തിനായി ഞാൻ പോകാം. യഹോവ മകളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ചെന്ന് യാത്രക്കുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്ക്. വാ മോളെ, നമുക്കും പോകാം. ഇല്ല, ഞാൻ വരില്ല. ഞാൻ അമ്മയെ ഉപേക്ഷിച്ച് പോകില്ല. എന്നെ ഉപേക്ഷിച്ച് പോകരുതേ. ഞാൻ അമ്മയെ ഉപേക്ഷിച്ച് പോകില്ല. മോളെ, ചെല്ലുമോളെ. നിന്റെ പെറ്റമ്മ വെറോനിയാണ് നിന്നെ വിളിക്കുന്നത്. ചെല്ലുമോളെ. ഞാൻ പോവില്ല. അമ്മയെ ഉപേക്ഷിച്ച് ഞാൻ പോകില്ല. ഇത്രയും നല്ല ഭർത്താവിന് എനിക്ക് തന്നത് അമ്മയാണ്. ഇത്രത്തോളം എന്നെ സ്നേഹിക്കുന്ന ഒരമ്മയുടെ മകളാകാനുള്ള ഭാഗ്യം ഞാൻ കളയില്ല. മോളെ, അമ്മ പോകുന്നിടത്ത് ഞാനും വരും. വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എന്റെയും ചാർച്ചക്കാരായിരിക്കും. അമ്മയുടെ ദൈവം എന്റെ ദൈവമായിരിക്കും. അമ്മ മരിക്കുന്നിടത്ത് ഞാനും അടക്കപ്പെടും. മരണത്തിന് പോലും എന്നെ അമ്മയിൽ നിന്നും വേർപിരിക്കാനാവില്ല. അത് എന്റെ പൊന്നു മോളെ. എന്റെ പൊന്നു മോളെ, നീ ഇന്നും എന്നും എല്ലാ മരുമക്കൾക്കും മാതൃകയായി വിളങ്ങും. ഇവളെ പോലുള്ള മരുമക്കളെ കിട്ടാൻ എല്ലാ സ്ത്രീകളും യഹോവയെ വിളിച്ചപേക്ഷിക്കട്ടെ.